ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 3 ഓഫ് മൂകാംബിക ട്രിപ്പ്. പിറ്റേന്ന് രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. പുട്ട്, കടല, പപ്പടം. ആഹാ, അന്തസ്! ഏതൊരു മലയാളിക്കും പുട്ട്, പപ്പടം, കടല എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ്. പിന്നെ മൂകാംബിക അമ്മയോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. പോകും വഴി റേസിംഗ് ബൈക്കുമായി 2 പേർ പോകുന്നത് ഞങ്ങൾ കണ്ടു. മുന്നോട്ടേക്ക് പോയപ്പോൾ അവർ 2 പേര് മാത്രമല്ല, ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് മാംഗ്ലൂർ ക്രൂയിസ് ടെർമിനൽ. ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയുടെ ഭാഗമാണിത്. ക്രൂയിസ് ടെർമിനലിലേക്കുള്ള പ്രവേശന കവാടം സ്ഥിതി ചെയ്യുന്നത് പാനംപൂരിലാണ്. ഇവിടെ ക്രൂയിസ് കപ്പലുകൾക്കായി പ്രത്യേകം സജ്ജീകരിച്ച ബെർത്തുകളുണ്ട്. വിനോദസഞ്ചാരികൾക്കായി ഇമിഗ്രേഷൻ കൗണ്ടറുകളും വിശ്രമമുറികളും ഇവിടെ ലഭ്യമാണ്. ക്രൂയിസ് കപ്പലിൽ യാത്ര ചെയ്യുന്നവർക്ക് ആവശ്യമായ രേഖകൾ സഹിതം ഈ ഗേറ്റിലൂടെ പ്രവേശിക്കാം. നാട്ടിലേക്ക് പോകും വഴി പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവിൽ പോകാമെന്ന് വിചാരിച്ചു. കണ്ണൂർ ജില്ലയിലാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ആരാധന മൂർത്തികളിൽ ഒരാളാണ് ശ്രീ മുത്തപ്പൻ. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവിൽ ചില പ്രത്യേക ദിവസങ്ങളൊഴികെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നുണ്ട്. വെള്ളാട്ടം, തിരുവപ്പന എന്നിവയാണ് പ്രധാന തെയ്യങ്ങൾ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വളപ്പട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാൽ നനയ്ക്കാനായി അവിടേക്ക് പോയപ്പോൾ ഒരു വലിയ ഞണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ കയറി തൊഴുത് വലം വയ്ക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെന്താണെന്ന് കൂടുതൽ അച്ഛനോട് ചോദിച്ചപ്പോൾ മുത്തപ്പന് കള്ളു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതാണെന്ന് മനസ്സിലായി. ഇവിടെ നിന്നാണ് കേട്ടോ എൻ്റെ ചോറൂണ്. അതുകൊണ്ട് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുത്തു. അങ്ങനെ മുത്തപ്പനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇതാണ് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. ബസ് മാർഗമാണ് വരുന്നതെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് മുത്തപ്പൻകാവ്. ഈ വഴിയിൽ തന്നെയാണ് നമ്മുടെ വിസ്മയ വാട്ടർ തീം പാർക്ക് ഉള്ളത്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയാൽ നമുക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കാണാം. ഇവിടെ നിന്നാണ് ഏട്ടൻ M.Tech പഠിച്ചത്. അതുകൊണ്ട് കുറച്ച് ഓർമ്മകൾ അയവിറക്കാനായി ഏട്ടൻ അവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ പോയി. വലിയ വിശാലമായ ക്യാമ്പസ്. ഓർമ്മ പുതുക്കാൻ എന്നോണം ഏട്ടൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. So that's all about day 3 of Mookambika trip. Thanks for watching. Bye bye.